കഥ ഭർത്താവ് ഭാഗം 77. സരോജിനി അമ്മയുടെ മരണം നടന്നതിൻ്റെ 16 അടിയന്തര ചടങ്ങുകൾ നാളെ നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അമ്മയുമായി രക്തബന്ധമുള്ള ബന്ധുക്കളെയൊക്കെ ശ്രീലേഖ തന്നെ വിളിച്ചു വിവരം അറിയിച്ചിട്ടുണ്ട്. നാളത്തെ ഈ ചടങ്ങ് കൂടി കഴിഞ്ഞാൽ ഇനി ബന്ധുമിത്രാദികളൊന്നും ഉടനെ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ലെന്ന് അവർക്കറിയാം. ആരെങ്കിലുമൊക്കെ 1-2 തവണ ഫോൺ ചെയ്ത് വിശേഷം തിരക്കിയെന്നിരിക്കും. അതോടെ അതും നിലയ്ക്കും. ഗോപിനാഥൻ വൈകിട്ട് ശ്രീലേഖയുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ കോമളമുണ്ട് അവർക്ക് കൂട്ടിനായി. ചേച്ചി തിരിച്ചു പോയിപ്പോൾ അതോ നാളത്തെ ചടങ്ങ് കൂടി കഴിഞ്ഞിട്ട് പോകാമെന്നാണോ? മുറ്റത്തിട്ട ഒരു കസേരയിലേക്ക് ഇരുന്നും കൊണ്ട് അയാൾ കോമളത്തോട് തിരക്കി. ശ്രീലേഖ അയാൾക്ക് കുടിക്കാനായി വെള്ളമെടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയിരിക്കുകയായിരുന്നു. ഞാനിവിടുന്ന് പോയാൽ എങ്ങനെ ഗോപി? അവരിവിടെ ഒറ്റയ്ക്കായി പോകില്ലേ? വീട്ടിൽ ചെന്നാലും എനിക്കവിടെ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? ശ്രീലേഖയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിരുന്നെങ്കിൽ വേണ്ടില്ലായിരുന്നു. അവളുടെ മനസ്സറിയാൻ വേണ്ടി ഞാൻ എത്രയൊക്കെ കിള്ളി ചോദിച്ചിട്ടും അവളുടെ മനസ്സ് വഴുതിമാറി പോകുന്നതല്ലാതെ ഒന്നും അങ്ങോട്ട് തെളിച്ചു പറയുന്നില്ല അവൾ. അവൻ വരില്ലേ നാളെ ഇങ്ങോട്ട് സുകുമാരൻ? അയാൾ തിരക്കി. ഇല്ല, അവനെ അറിയാവുന്നതല്ലേ നമ്മൾക്ക്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്തെങ്കിലും എൻ്റെ കൊച്ചു ചെയ്യാറുണ്ടോ? മുമ്പെങ്ങാണ്ട് ശ്രീലേഖയുടെ വായിൽ നിന്ന് വീണില്ലേ അവനിങ്ങോട്ട് വരുന്നത് അവൾക്കിഷ്ടമില്ലെന്ന്. അതിൻ്റെയാവും അവനും ഇങ്ങോട്ട് വരാൻ ഒരു മടി. ഞാനിവിടെ വന്നിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞു വന്ന വരവാണെങ്കിൽ കൂടി അവൻ കുളിക്കാനോ നനയ്ക്കാനോ നിൽക്കാതെ ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചു തുടങ്ങും. ഇവിടെ ഞങ്ങൾ ശ്വാസം വിട്ട കാര്യം വരെ അവനറിയണം. എത്ര പറഞ്ഞു തീർന്നാലും പിന്നെയും എന്തെങ്കിലുമൊക്കെ ചോദിച്ചും കൊണ്ടേയിരിക്കും അവൻ. അവനി തിരക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ലെന്ന് നമ്മൾക്കറിയാം. ശ്രീലേഖ അവനെ തിരക്കിയോ എന്നറിയുകയാണ് അവന് വേണ്ടത്. അതല്ലെങ്കിൽ അവനെക്കുറിച്ച് അവൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്നറിയണം. അതറിയാവുന്നതുകൊണ്ട് 1-2 ചെറിയ കള്ളങ്ങളൊക്കെ ഞാൻ സംസാരത്തിനിടയിൽ തിരുകി കയറ്റും. പാവം എൻ്റെ കുഞ്ഞ്. അമ്മ പറയുന്നത് അപ്പാടെ അവൻ വിശ്വസിക്കുകയും ചെയ്യും. അവർ എന്തോ ഓർത്തെടുക്കും മട്ടിൽ ഒരു ദീർഘശ്വാസം വിട്ടു. ശ്രീലേഖ 2 ഗ്ലാസുകളിൽ തണുത്ത നാരങ്ങ വെള്ളവുമായി അവിടേക്ക് വന്നു. ഒരു ഗ്ലാസ് വെള്ളം അവൾ ഗോപിനാഥന് കൊടുത്തിട്ട് മറ്റേ ഗ്ലാസ് കോമളത്തിന് നേർക്ക് നീട്ടി. അമ്മയ്ക്ക് ഇനി ഒന്നും വേണ്ട. എൻ്റെ വയറ്റിൽ തരിമ്പ് സ്ഥലമില്ല കൊച്ചേ, നീ തന്നെ കഴിച്ചാൽ മതി. അവർ അത് അവളുടെ കയ്യിൽ തന്നെ പിടിപ്പിച്ചു. സുനിത എവിടെ മോളെ? ഒരു കവിൾ നാരങ്ങ വെള്ളം കുടിച്ച ശേഷം ഗോപിനാഥൻ തിരക്കി. അവൾക്ക് എക്സാം തുടങ്ങാൻ പോവില്ല ചെറിയച്ഛ. പഠിക്കുക. കുറച്ച് ക്ലാസ്സുകൾ അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. പരീക്ഷ കഴിഞ്ഞാൽ അവൾ കോച്ചിങ് സെൻറ്ററിലേക്ക് പോകില്ലേ? അവിടെ എന്നാണ് ക്ലാസ് തുടങ്ങുന്നതെന്ന് സജിത്ത് പറഞ്ഞായിരുന്നോ? 1-2 ആഴ്ചക്കകം പോകണമെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1 മാസത്തിനകം സുനിത പാലായ്ക്ക് പോകും, അയാൾ സ്വയമെന്നോണം പറഞ്ഞു. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ചെറിയച്ഛ അത്? അവൾ പഠിക്കട്ടെ. നമ്മൾക്കൊക്കെ അഭിമാനമല്ലേ അവൾ ഡോക്ടറായി എന്ന് പറയുന്നത്. അതെ, പക്ഷേ നിങ്ങൾ ഇവിടെ തനിച്ചായി പോവില്ലേ മോളെ? നീയും ശ്രീകുട്ടനും ഒറ്റയ്ക്ക്. അത് ചിന്തിച്ചിട്ടുണ്ടോ നീ? അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തിരക്കി. ഞങ്ങൾ തനിച്ചോ? ചെറിയച്ഛനും ചെറിയമ്മയും ഒക്കെ ഇല്ലേ ഇവിടെ? പിന്നെ കുറച്ച് ദൂരത്താണെങ്കിൽ കൂടി അമ്മയുണ്ട്, അച്ഛനുണ്ട്. പിന്നെ എങ്ങനെയാ ഞങ്ങൾ തനിച്ചാകുന്നത്? നീ എന്തെങ്കിലും ഒരാവശ്യത്തിന് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തൊന്നും ഞങ്ങളില്ല മോളെ. ഇവിടെ അയൽപക്കക്കാരൊക്കെ ഇല്ലേ ചെറിയച്ഛ? ഞാനോ ശ്രീകുട്ടനോ എന്താവശ്യത്തിന് വിളിച്ചാലും അവരെല്ലാം ഓടി വന്നോളൂ. പിന്നെ അച്ഛനെയോ അമ്മയോ ചെറിയച്ഛനെയോ വിളിക്കാൻ എനിക്ക് ഫോണെടുത്ത് ഒറ്റ ഞെക്കിയാൽ പോരെ? നിങ്ങളെല്ലാം ആ നിമിഷം പറന്നെത്തില്ല ഇങ്ങോട്ട്, അത് മതി. അവൾ സിറ്റൗട്ടിൻ്റെ തൂണിലേക്ക് ചാരി നിന്നു. പുറത്തെ കനത്തു വരുന്ന ഇരുട്ടിലേക്ക് ഊർന്നു പോയിരുന്ന മിഴികൾ പിൻവലിച്ച് ഗോപിനാഥൻ അവളെ നോക്കി. ചെറിയച്ഛൻ ചോദിച്ചത് നിനക്കൊരു സഹായം വേണ്ടി വരുമ്പോൾ ആരൊക്കെ നിന്നെ സഹായിക്കാൻ ഓടി വരുമെന്ന കാര്യമല്ല. ഞങ്ങളൊക്കെ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ നീയും അവനും ഇവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണെന്ന് ഓർക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകുമോ മോളെ? നിനക്കൊരു കൂട്ട് വേണ്ടേ? ഗോപിനാഥൻ്റെ ചോദ്യം കേട്ട് അവൾ ഒന്ന് നടുങ്ങി. ഞങ്ങൾ 3 പേരില്ലേ ചെറിയച്ഛ ഇവിടെ? ഇടയ്ക്കൊക്കെ ചെറിയച്ഛനൊന്ന് വരുമോ ഫോണിൽ വിളിക്കുകയോ ഒക്കെ ചെയ്താൽ മതിയല്ലോ.
അമ്മയും വരുമല്ലോ വല്ലപ്പോഴുമൊക്കെ ഇങ്ങോട്ട്, അല്ലേ അമ്മേ? അവൾ രണ്ടുപേരെയും മാറി മാറി നോക്കി. നിങ്ങൾ 3 പേർ ഇപ്പോഴും ഇവിടെയുണ്ട്. പക്ഷേ ആ 3 പേരിൽ ഒരാൾ ഒരു മാസത്തിനുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. എന്നും സ്കൂളിൽ പോയിട്ട് വരും പോലെ വൈകിട്ട് വീട്ടിലേക്ക് സുനിതയ്ക്ക് വരാൻ പറ്റില്ല. ആഴ്ചയോ മാസങ്ങളോ കൂടുമ്പോൾ പോലും വരാൻ പറ്റിയെന്ന് വരില്ല. അവൾ മെഡിക്കൽ എൻട്രൻസ് എഴുതി കഴിയുന്നതോടെ 10ൽ റാങ്ക് അവൾക്കുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പിന്നീട് അവൾക്ക് പഠിക്കാൻ കോഴിക്കോട്ടല്ലേ അഡ്മിഷൻ ശരിയാക്കിയെടുക്കുന്നത്. 1 മാസം കഴിഞ്ഞ് അവൾ കോച്ചിങ് സെൻറ്ററിലേക്ക് പോകുന്നതോടെ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്നുള്ള ഒരു പടിയിറങ്ങിപ്പോകലാവും മോളെ അത്. പിന്നെ അവധി കിട്ടി അവൾ വരുമ്പോൾ 2 ദിവസമോ 4 ദിവസമോ ഒരു അതിഥിയെ പോലെയാകും ഈ വീട്ടിൽ നിൽക്കുക. വീണ്ടും 1 മാസത്തിന് ശേഷം അവൾക്ക് പഠിക്കാനായി പോകേണ്ടി വരില്ലേ? അതും 4 5 വർഷം. ഈ 5 വർഷക്കാലയളവിനുള്ളിൽ അവളെ സജിത്തിന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടാൽ അത് നിഷേധിക്കാൻ നമ്മൾക്ക് പറ്റുമോ? അതാണ് ചെറിയച്ഛൻ പറഞ്ഞത്. സുനിത അടുത്ത മാസം പോകുന്നതോടെ അവൾ പിന്നെ നമുക്കിടയിലേക്ക് മടങ്ങി വരാൻ പോകുന്നില്ലെന്ന്. താൻ ഇതുവരെ മനസ്സിൽ കരുതാത്ത കാര്യങ്ങളാണല്ലോ ഇതെല്ലാം എന്ന് ശ്രീലേഖ അമ്പരപ്പോടെ ഓർത്തു. അവൾ ഇനി തൻ്റെ കൂടെ ഏതു നേരവും കൂടപ്പിറപ്പ് ഉണ്ടാവുകയില്ലെന്ന സത്യത്തിന് നേർക്ക് നിഷേധാർത്ഥത്തിൽ തലയാട്ടി. നിന്റെ ഒരാളുടെ ഒറ്റ വാക്കിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ചേച്ചി ഇവിടെ. ചേച്ചി മാത്രമല്ല, അവരെല്ലാം. എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു തീരുമാനമെടുക്കണം മോളെ നീ. അയാൾ പ്രതീക്ഷയോടെ അവളെ നോക്കി. ശ്രീലേഖ അവർക്ക് മുമ്പിൽ നിന്ന് നടന്ന് കുറച്ചപ്പുറത്തേക്ക് മാറി ഇരുട്ടിലേക്ക് നോക്കി നിന്നു. അവളുടെ മനസ്സ് ആകെ പ്രക്ഷുബ്ധമായി കഴിഞ്ഞിരുന്നു. അലമുറ ഒഴിയാതെ ഒഴുകുന്ന ഒരു മഹാസാഗരം പോലെ അവളുടെ മനസ്സിലേക്ക് ആയിത്തിരമാലകൾ ആർത്തലച്ച് എത്തിക്കൊണ്ടിരുന്നു. മോളെ, അവൾക്ക് പിന്നാലെ വന്ന് കോമളം അവളുടെ തോളത്ത് കൈവച്ചു. എന്തെങ്കിലും ഒന്ന് പറയും മോളെ നീ. നിന്റെ തീരുമാനം അറിയാനല്ലേ ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുന്നത്. ശ്രീലേഖ അങ്ങനെ തന്നെ നിന്നും കൊണ്ട് തോളിന് മുകളിലൂടെ തലചിരിച്ച് അവരെ നോക്കി. അമ്മ മരിച്ചിട്ട് 16 രാത്രികൾ പോലും തികഞ്ഞിട്ടില്ലല്ലോ അമ്മേ. അതിനു മുമ്പേ അവൾ പാതിയിൽ നിർത്തിയ ശേഷം തിരിഞ്ഞു നിന്നു. എനിക്ക് കുറച്ച് സമയം വേണം അമ്മേ, 1 വർഷമെങ്കിലും സമയം. അവൾ നെഞ്ചിൽ കൈചേർത്ത് വെച്ചു. 1 വർഷമോ? ഗോപിനാഥൻ എണീറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. എന്താ മോളെ നിൻ്റെ മനസ്സിൽ? 1 വർഷം സമയമെന്നൊക്കെ പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു കാരണം കാണണ്ടേ? അവൻ്റെ കാര്യം കൂടി നമ്മൾ നോക്കണ്ടേ ചെറിയച്ഛ? 10ാം ക്ലാസ്സിലെ പരീക്ഷ ആയതല്ലേ ഉള്ളൂ. അവന് പഠിക്കണ്ടേ? അതൊന്നും കാണാതെ കണ്ണുമടച്ച് എനിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുമോ ചെറിയച്ഛ? ശ്രീലേഖയുടെ സ്വരത്തിൽ നിസ്സഹായാവസ്ഥ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അതാണോ പ്രശ്നം? അക്കാര്യം നീ എനിക്ക് വിട്ടേരടി. അവൻ്റെ കാര്യത്തിൽ ഞാനും ചന്ദ്രികയും ചേർന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നീ അതോർത്ത് ആശങ്കപ്പെടേണ്ട മോളെ. അവന് എന്ത് പഠിക്കണോ, അവന് ആരാകണോ അതിന് വേണ്ടുന്ന എല്ലാ സഹായവും ചെറിയച്ഛൻ ചെയ്തു കൊടുത്തോളാം മോളെ. സുനിതയുടെ കാര്യം പറയും പോലെ തന്നെയല്ലേ മധുരിമയുടെ കാര്യവും? അവളും പോകുന്നതോടെ ഞങ്ങൾക്ക് പിന്നെ ആരടി ഉള്ളത്? അതുകൊണ്ട് അവൻ തങ്ങൾക്കൊപ്പം നിൽക്കും. അവനെക്കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ചെറിയച്ഛ. ശ്രീലേഖ നിറക്കണ്ണുകളോടെ അയാളെ നോക്കി. 1 വർഷമൊന്നും ഇനി വെറുതെ കളയാനില്ല കേട്ടല്ലോ. 2 3 മാസം സമയം തരും നിനക്ക്. അതിൽ കൂടുതൽ 1 മണിക്കൂർ കിട്ടുമെന്ന് കരുതണ്ട. മാത്രമല്ല ചെറിയച്ഛൻ ചേച്ചിക്ക് വാക്ക് കൊടുക്കാൻ പോവാണേ. സുകുമാരനെയും വിളിക്കാൻ പോവാ ചെറിയച്ഛൻ. അയാൾ അവളുടെ ഇരുതോളിലും കൈകൾ വെച്ചു. ശ്രീലേഖ മുഖം കുനിച്ച് നിൽക്കുകയായിരുന്നു. അയാൾ അവളുടെ താടിക്ക് പിടിച്ച് മുഖമുയർത്തി. ആകാശത്ത് ചിതറിക്കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ ഇരട്ടി തെളിമയോടെ അവളുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. അടുത്ത ദിവസം സരോജിനി അമ്മയുടെ 16 അടിയന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയ അവരുടെ ബന്ധുക്കളോട് 1 2 മാസത്തിനുള്ളിൽ ശ്രീലേഖയുടെ ജീവിതത്തിൽ ചെറിയൊരു വിശേഷമുണ്ടാകുമെന്നും അപ്പോൾ അവിടെയുണ്ടായിരുന്ന സുകുമാരന് ആളെന്നും ഗോപിനാഥൻ അവർക്ക് പരിചയപ്പെടുത്തി. ഗോപിനാഥൻ കരുതിയിരുന്നത് പോലെ മിക്കവരുടെയും മുഖം ചുളിഞ്ഞു. ഇവളുടെ കല്യാണമായിരുന്നല്ലോ ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണം. ഇവൾക്ക് ഭർത്താവ് വാഴുമെന്ന് തോന്നുന്നില്ല. ഇനി ഒന്ന് വേണോ? നന്നായി ആലോചിച്ചിട്ടാണോ? സരോജിനിയമ്മയുടെ മൂത്ത സഹോദരൻ രത്നാകരൻ ചോദിച്ചു. ആലോചിച്ചിട്ടില്ല, ഇത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. മറുപടിക്ക് ഗോപിനാഥന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. തീരുമാനിച്ചെങ്കിൽ പിന്നെ ഞങ്ങളോടെന്തിനാ ചോദിക്കുന്നത്? ഇളയവൻ സത്യശീലൻ. ആലോചിച്ചതല്ല, ഒന്ന് അറിയിച്ചെന്നേയുള്ളൂ. എന്നെങ്കിലും കാണുമ്പോൾ ഇതൊരു തർക്കപ്രശ്നം ആകേണ്ടല്ലോ എന്ന് കരുതി മുൻകൂട്ടി പറഞ്ഞതാ.
ചേച്ചി മരിച്ചിട്ട് ഒരു വർഷം പോലും തികയുന്നതിന് മുമ്പ് രണ്ടാം കെട്ട് വേണമെന്ന് പറഞ്ഞ് അവൾ ബഹളം തുടങ്ങിയോ? ബഹളം വെച്ചത് അവളല്ല, ഞാനാ. എല്ലാവരും ചേർന്ന് ഒരു കാലിനെ പിടിച്ച് അവളുടെ കഴുത്തിൽ കെട്ടി തൂക്കി. അതിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ടു പോന്ന അവൾ ഇനി ജീവിതകാലം മുഴുവൻ ഇതേ നിൽപ്പ് നിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങളാരുമല്ല അവളുടെ ജീവിതം ഇങ്ങനെയാക്കിയത്. സാധാരണ ഒരു വീട്ടിൽ ഒരു മരണം നടന്നാൽ അവിടെ പിന്നെ ഒരു കല്യാണ ചടങ്ങ് നടക്കുന്നത് ഒരു വർഷത്തിന് ശേഷമാണ്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞെന്നേ ഉള്ളൂ. ഈ വർഷത്തിൻ്റെയൊക്കെ കണക്ക് ആര് കൊണ്ടുവന്നതായാലും ഞാനതൊന്നും തിരുത്താൻ പോവാ. കൃത്യമായി ദിവസം എല്ലാവരെയും അറിയിക്കും. താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. ആരും പങ്കെടുത്തില്ലെങ്കിലും ചെങ്ങന്നൂർ സബ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഈ കല്യാണം ഞാൻ നടത്തിയിരിക്കും. അയാൾ തീർത്തും പറഞ്ഞതോടെ പ്രതിരോധിക്കാൻ പഴുതില്ലാതെ അവർ വായടച്ചു. അത്ര രസത്തിലായിരുന്നില്ല ബന്ധുക്കളൊക്കെ യാത്ര പറഞ്ഞു പോയത്. അവർക്കാർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നും തോന്നുന്നു ഗോപി അറുത്തുമുറിച്ച് പറഞ്ഞത്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കോമളം പറഞ്ഞു, ഇഷ്ടപ്പെടണ്ട. അവരുടെ ആരുടെയും ഇഷ്ടം നേടാനല്ല ഞാൻ പറഞ്ഞത്. അവരെയൊക്കെ അറിയിക്കേണ്ട ഒരു കടമയുണ്ടെന്ന് തോന്നിയത് കൊണ്ട് മാത്രം പറഞ്ഞു. ഒരിത്തിരി പോലും മനുഷ്യപ്പറ്റുള്ള ഒറ്റയെണ്ണം ആ കൂട്ടത്തിൽ ഞാൻ കണ്ടില്ല ചേച്ചി. ആർക്കെങ്കിലും ഇവരോട് ഒരിറ്റ് സഹതാപമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വെറുതെയെങ്കിലും പറഞ്ഞതിന് നല്ല കാര്യമല്ലേ, നടക്കട്ടെ എന്ന്. പറ്റുമെങ്കിൽ ഇതൊന്ന് മുടക്കിയിട്ട് പോകാമെന്ന് എല്ലാത്തിൻ്റെയും മനസ്സിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ കല്യാണം ഞാൻ നടത്തിയിരിക്കുമെന്ന്. ഗോപിനാഥൻ പറഞ്ഞു നിർത്തി. തുടരും കഥയുടെ അടുത്ത ഭാഗം.